വ്യാജ വാർത്തകൾക്കെതിരെ ക്രിമിനൽ കേസ് നടപടികളുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ മുഖേനയാണ് കേസ് ഫയൽ ചെയ്തത്. ഓൺലൈൻ ചാനലുകളിലും സായാഹ്ന പത്രത്തിലും PK ശ്രീമതി ടീച്ചർ ആൾമാറാട്ടം നടത്തി പെൻഷൻ വാങ്ങുന്നതായ വാർത്ത വന്നിരുന്നു. ഇതിനെതിരെയാണ് സിവിൽ കേസിന് പുറമെ ക്രിമിനൽ കേസും ഫയൽ ചെയ്തത്. MLAയുടെ പേരിലുള്ള ആശ്രിത പെൻഷൻ ആൾമാറാട്ടത്തിലൂടെ PK ശ്രീമതി വാങ്ങുന്നതായ വാർത്തയാണ് സംഘപരിവാർ അനുകൂല ചാനലുകളിലും കണ്ണൂരിലെ സായാഹ്ന പത്രത്തിലും വന്നത്. ഇതിനെതിരെ 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് PK ശ്രീമതി ചാനലുകൾക്കും പത്രത്തിനും നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിനു പുറമെയാണ് PK ശ്രീമതി കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി ക്രിമിനൽ കേസും ഫയൽ ചെയ്തത്. അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ മുഖേനയാണ് കേസ് ഫയൽ ചെയ്തത്. കേസിൽ തുടർ നടപടികൾ ആഗസ്റ്റ് 4 മാറ്റി. വ്യാജ വാർത്ത ഉണ്ടാക്കിയ മാനഹാനി ചെറുതല്ലെന്നും നിയമപരമായ എല്ലാ നടപടികളും തുടരുമെന്നും PK ശ്രീമതി പറഞ്ഞു. ആൾമാറാട്ടം നടത്തി പണം വാങ്ങി എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അതും വളരെ വൃത്തികെട്ട ഭാഷയിൽ ചില ചാനലുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ മോശമായ സാമ്പത്തിക രംഗത്തെ ഒരു അങ്ങേയറ്റത്തെ അരാജകത്വം നടത്തുന്ന ഒരാളാണെന്ന രീതിയിൽ വളരെ വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് ടെലിഫോൺ ചെയ്ത് ചോദിക്കുക പോലും ചെയ്യാതെയാണ് അവർ ആ വാർത്ത പടച്ചു വിട്ടത്. ആ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം ചെറുതല്ല. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകരാകെ, അതുപോലെ എല്ലാ പാർട്ടി ബന്ധുക്കളിലും എല്ലാം തന്നെ ഇതെന്താ ടീച്ചറെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നുള്ള വലിയൊരു വിഷമമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ നിയമപരമായി നേരിടണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ തീരുമാനിച്ചത്, എൻ്റെ പാർട്ടിയും തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ PK ശ്രീമതിയെ അപമാനിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഈ വാർത്ത ചമച്ചതെന്നും ഇത് സംബന്ധിച്ച് എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ടെന്നും നഗ്നമായ അപവാദ പ്രചരണമാണ് നടന്നതെന്നും അതിനാലാണ് ക്രിമിനൽ കേസും നൽകിയതെന്നും അഡ്വക്കേറ്റ് BP ശശീന്ദ്രനും പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ പോലും അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ആ രൂപത്തിൽ ചിത്രീകരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരല്ല എന്ന് മനസ്സിലാക്കി കിട്ടിയ ഒരു അവസരം വളരെ രാഷ്ട്രീയമായി മുതലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടിയാണിത് എത്തിച്ചേർത്തത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ആരെയും എന്തും പറയാമെന്നുള്ള ഒരു രൂപത്തിലേക്ക് വളർന്നു വരികയാണ്. അപ്പോൾ ടീച്ചർ പോലുള്ള സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും ഇതിനെതിരെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ പൊതുജനങ്ങളെപ്പോലും ഇതിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ശക്തമായ തെളിവുകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് വിവരാവകാശ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് അന്തരിച്ച MLAയുടെ ഭാര്യ എന്ന വ്യാജേന PK ശ്രീമതി ടീച്ചർ പെൻഷൻ വാങ്ങുന്നതായ വാർത്ത ജനം TVയും ഓൺലൈൻ ചാനലുകളും നൽകിയത്. വാർത്ത വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് നിയമ നടപടികളുമായി PK ശ്രീമതി മുന്നോട്ടു പോയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.